ഹേ ഹലോ വെൽക്കം ടു മൈ നെക്സ്റ്റ് വീഡിയോ. അപ്പം ഞങ്ങൾ സുന്ദരിക്കുട്ടികളായിട്ട് എവിടെയാണ് പോകുന്നതെന്നറിയാമോ? നമ്മളുടെ അടുത്ത് NSS കരയോഗത്തിൻ്റെ ഒരു ഓണാഘോഷമുണ്ട്. അപ്പം അതിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ. അപ്പം ഞാനും എൻ്റെ മോളും ഒരേ ഡ്രസ്സിലൊക്കെയാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. കാരണം ഓണമൊക്കെ ആണല്ലോ, അപ്പോൾ നമ്മൾ അങ്ങനെയൊക്കെ ആണല്ലോ ചിന്തിക്കേണ്ടതും അതുപോലെ തന്നെ ആ ഒരു വൈബ് പിടിക്കേണ്ടതൊക്കെ ഓണമൊക്കെ അല്ലേ. അപ്പോൾ അവിടെ പോയതും നമ്മൾ ഓണപ്പൂക്കളമൊക്കെ ഇട്ട് തീർന്നിരിക്കുന്നു കേട്ടോ. അപ്പോൾ അതിൻ്റെ ലാസ്റ്റായിട്ടുള്ളൊരു ഭാഗത്ത് മാത്രമേ നമുക്ക് ഹെൽപ്പ് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഹെൽപ്പൊക്കെ ചെയ്തു. പിന്നെ ഞങ്ങൾ പുറത്ത് റോട്ടിൽ വന്നിട്ടാണ് നമ്മളുടെ ഗെയിംസൊക്കെ സ്റ്റാർട്ട് ചെയ്തത് കേട്ടോ. ഫസ്റ്റ് തന്നെ ലെമൺ സ്പൂണാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. ഏജ് കാറ്റഗറി ആയിട്ടൊക്കെയാണ് ലെമൺ സ്പൂൺ നടത്തിയിട്ടുണ്ടായിരുന്നത്. എൻ്റെ മോളും അതിൽ പങ്കെടുത്തു കേട്ടോ. അപ്പം പങ്കെടുത്തത് ചെറിയ കുട്ടികളുടെ കാറ്റഗറിയിലാണ്. പക്ഷേ അവൾ എന്തോ ഞാൻ പ്രതീക്ഷിച്ചതേ ഇല്ല ആ ഒരു ഫുൾ ഇതും നടന്ന് എത്തും എന്നുള്ളത്. ലെമൺ താഴെ വീഴാതെ ലെമൺ സ്പൂൺ കറക്റ്റായിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. അവൾക്ക് അങ്ങനെ കോമ്പറ്റീഷനായിട്ട് ആരും ഉണ്ടായിരുന്നില്ല. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ വലിയ കുട്ടികളുടെ ലെമൺ സ്പൂൺ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ നമ്മൾ നന്നായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. അപ്പം ഞാനും ചെയ്തിട്ടുണ്ടായിരുന്നു ലെമൺ സ്പൂൺ. പക്ഷെ അതെനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല. ഞാൻ മറ്റുള്ളവരുടെ മാത്രമേ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. വേറൊരാളുടെ അടുത്ത് വീഡിയോ കൊടുക്കാനും പറ്റിയില്ല എന്നുള്ളതാണ് സത്യം കേട്ടോ. അപ്പോൾ അതിൻ്റെ ഫൈനൽ കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ട് നമ്മൾ സൂചിയിൽ നൂല് കോർക്കൽ എന്നാണ് നെക്സ്റ്റ് കേട്ടോ. അപ്പം അതിനും അതുപോലെ തന്നെ ഏജ് കാറ്റഗറി ആയിട്ട് തന്നെയാണ് നടത്തിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിലും പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ഞാൻ. അപ്പോൾ അതിൽ ഒന്നിലും പ്രൈസ് അങ്ങനെ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. ജസ്റ്റ് എല്ലാത്തിലും പങ്കെടുത്തു എന്നുള്ളത് മാത്രമാണ്. അപ്പോൾ നെക്സ്റ്റ് ബലൂൺ പൊട്ടിക്കൽ എന്നുള്ള മത്സരമാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ വീണ്ടും NSSൻ്റെ ഒരു ഹോളിലെത്തിയിട്ടായിരുന്നു ബാക്കി പരിപാടികൾ. കാരണം പുറത്ത് മഴയൊക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് മഴ അതൊരു പ്രശ്നമായിട്ട് ഭവിക്കേണ്ട എന്നുള്ളത് കരുതി സോറി കേട്ടോ. ഞാനൊരു തിരുത്ത്, എനിക്ക് ബലൂൺ പൊട്ടിക്കലിൽ ഫസ്റ്റായിരുന്നു കേട്ടോ. ബലൂൺ ഊതി പൊട്ടിക്കലിൽ ആ ഒരു ജെൻഡർ കാറ്റഗറിയിൽ ഞാൻ ഫസ്റ്റായിരുന്നു. അങ്ങനെ അതിൽ മാത്രമാണ് ഫസ്റ്റ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെ മ്യൂസിക്കൽ ചെയർ ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ ഈ ഒരു ഏജ് കാറ്റഗറി അനുസരിച്ചിട്ടായിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. ആദ്യം ചെറിയ കുട്ടികളുടെ, പിന്നെ കുറച്ചുകൂടെ ടീനേജ് ആൾക്കാരുടെ, പിന്നെ കുറച്ചുകൂടെ അമ്മ എന്നുള്ളൊരു ആൾക്കാരുടെ ആയിരുന്നു നടത്തിയിട്ടുണ്ടായിരുന്നത്. അതിൽ എന്തായാലും എനിക്ക് ആ ഒരു അമ്മ എന്നുള്ള കാറ്റഗറിയിലേ പങ്കെടുക്കാനായിട്ട് പറ്റുള്ളൂ. സോ ആ ഒരു കാറ്റഗറിയിൽ തന്നെയാണ് പങ്കെടുത്തിട്ടുണ്ടായിരുന്നത്. അത് ലാസ്റ്റായിട്ട് നമ്മളതിൽ പോയിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ രണ്ടാളായിരുന്നു അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ലാസ്റ്റ് ആ ചേച്ചിക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഫസ്റ്റ് കേട്ടോ. ഫസ്റ്റ് മാത്രമേ അവിടെ എടുക്കുന്നുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അങ്ങനെ ആ ഒരു മത്സരവും കഴിഞ്ഞു. പിന്നെ കുറേ സുന്ദരിക്ക് പൊട്ടുതൊടലും പിന്നെ ഈ മെഴുകുതിരി കത്തിക്കലും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ മുട്ടായി പെറുക്കലും ഒക്കെ ഉണ്ടായിരുന്നു. അത് ചെറിയ കുട്ടികൾക്ക് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അപ്പോൾ അതിൽ പിള്ളേർ എന്താ പറയുക, പെർഫോമൻസ് ചെയ്തതിൻ്റെയാണ്. അതിൽ എൻ്റെ മോൾ കൂടിയിട്ടുണ്ടായിരുന്നു. കുഴപ്പമില്ല, എല്ലാത്തിലും അവൾ ആക്റ്റീവാണ് എന്നുള്ളത് അറിഞ്ഞതിൽ എനിക്ക് ഭയങ്കര സന്തോഷം ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ അത് കഴിഞ്ഞിട്ട് കുറച്ച് ഫോട്ടോഷൂട്ടും അതുപോലെ തന്നെ വീഡിയോയും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ. ഇത് സുന്ദരിക്ക് പൊട്ടുതൊടൽ എന്നുള്ളതിൻ്റെ ഒരു ഭാഗമാണ്. അവളെടുക്കുന്ന സമയത്ത്, അവൾ പൊട്ട് വയ്ക്കുന്ന സമയത്ത് കുറേ നേരം നിന്നിട്ടാണ് പൊട്ട് വെച്ചത്. അത് ശരിയായതുമില്ല. അപ്പോൾ നമ്മൾ കളിയാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ ഈ ഒരു സമയത്ത് മെഴുകുതിരി കത്തിക്കുന്ന ആ ഒരു സമയത്തായിരുന്നു അവിടെ ഫുഡ് കൊടുക്കാനിരുന്നതും. അപ്പം മോള് കുറേ നേരം ആയതുകൊണ്ട് അവൾക്ക് ഭയങ്കര ഇതായി. അപ്പം ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നു കേട്ടോ. പക്ഷെ ഞങ്ങൾ അടുത്ത് തന്നെയാണ് ഇരുന്നിട്ടുണ്ടായിരുന്നത്, ഈ ഒരു ഗെയിം കളിക്കുന്നതിൻ്റെ അടുത്ത് തന്നെ. പക്ഷെ അതൊക്കെ കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എത്ര മെഴുകുതിരി ഇത്ര സെക്കൻഡ്സിൽ കത്തിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ നോക്കിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൽ ആർക്ക് കിട്ടിയത് എന്നുള്ളത് അറിയില്ല. അപ്പം അത് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ഫുഡ് കഴിക്കാനിരുന്നു. അപ്പോൾ പുറത്തുനിന്ന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡാണ്. അപ്പോൾ ആ ഫുഡൊക്കെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു. എല്ലാ കറികളും എല്ലാ കാര്യങ്ങളും എനിക്ക് അവിടെ നല്ല രസമുണ്ടായിരുന്നു, നല്ല വൈബായിരുന്നു. ഓണത്തിന് നിറയെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. എന്തായാലും ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. പിന്നെ കുറേ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം എല്ലാവരും നല്ല നല്ല വൈബോട് കൂടിയിട്ട് എല്ലാവരും നന്നായിട്ട് സഹകരിച്ചു ഞങ്ങളുടെ ഈ ഒരു പരിപാടിയിൽ.
പിന്നെ അമ്മ വന്നിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം അമ്മയ്ക്ക് ഒരു ഗ്ലാസ് പായസമൊക്കെ എടുത്തിട്ടാണ് നമ്മളിങ്ങോട്ട് പോകുന്നത്. വേറൊന്നും എടുക്കാനായിട്ട് പറ്റിയില്ല. മീൻസ് ഒരു ഗ്ലാസ് പായസം മാത്രം നമ്മൾ എടുത്തിട്ട് വീട്ടിലേക്ക് വന്നു. അപ്പം മിക്കവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതായത് ഒരു 2 മണിയൊക്കെ ആയി ഈ ഒരു ഗെയിംസ് കഴിയാനും അതുപോലെ ഫുഡ് കഴിച്ച് കഴിയാനും ഒക്കെ ഒരു 2 മണിയൊക്കെ ആയി കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം സംസാരിച്ചിരിക്കുമ്പോഴത്തേക്കും ടൈം ഒരുപാടായി. അപ്പം നമ്മൾ കുറച്ച് പേരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ ഒരു ഗ്ലാസ് പായസമൊക്കെ എടുത്തിട്ടാണ് വീട്ടിൽ പോകുന്നത്. അപ്പം വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത്. എന്തെങ്കിലും കുറവുകളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. ആൻഡ് താങ്ക് യു സോ മച്ച് ഗൈസ്.